പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാർ മത്സരിക്കേണ്ടെന്നാണ് KPCC തിരഞ്ഞെടുപ്പ് സമിതിയിലെ തീരുമാനം. സമിതി അംഗങ്ങളായ എംപിമാർക്ക് പേരുകൾ നിർദ്ദേശിക്കാം. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ സമിതി പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും ചുമതലപ്പെടുത്തി. ബിനിൽ ലീല സാബു തത്സമയം ചേരുന്നു നമുക്കിപ്പം. ബിനിൽ, അപ്പോ ഈ എംപിമാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, പക്ഷേ പകരം പേരുകൾ നിർദ്ദേശിക്കാം. ഇന്നത്തെ യോഗത്തെ എങ്ങനെ വിലയിരുത്തണം? ഉരുത്തിരിഞ്ഞ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ബിനിൽ? സേതു, ഏറ്റവും പ്രധാനപ്പെട്ടത് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തതാണ്. നമുക്കറിയാം, പല എംപിമാരും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തോട് പല കുറി ഇത് ചോദിക്കുമ്പോൾ മത്സരിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂരിൽ K. സുധാകരന് സമാനമായ നിലയിലാണ്, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അങ്ങനെ പല എംപിമാരും ഇത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചു, അല്ലെങ്കിൽ പല രീതിയിൽ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പൊതുവായി ഉയർന്ന ഒരു വികാരം. എംപിമാർ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് ഒരു നെഗറ്റീവായി വരും. മറ്റിടത്ത് പലയിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. അത് ഗുണകരമായി ഭവിക്കണമെങ്കിലും എംപിമാർ ഇത്തരത്തിൽ മത്സരിക്കാതെ മാറി നിൽക്കണം. അവർ ആ സ്ഥാനത്തിൽ തുടരുകയാണ് വേണ്ടത് എന്ന പൊതു അഭിപ്രായമാണ് അവിടെ ഉയർന്നത്. പക്ഷേ എംപിമാർക്ക് തെരഞ്ഞെടുപ്പ് സമിതിയിലുള്ള എംപിമാർക്ക് ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കാൻ കഴിയും. പക്ഷേ അവിടെയും അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. എന്തായാലും ഇന്ന് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഈ സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്ന സീറ്റുകൾ, അതോടൊപ്പം തന്നെ സംവരണ മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളുടെ കാര്യമാണ് പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്തത്. മറ്റിടങ്ങളിലെ കാര്യങ്ങൾ ചർച്ചയായെങ്കിലും കാര്യമായി ചർച്ച ചെയ്ത ഇത് തന്നെയാണ്. എന്തായാലും ആ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ ജില്ലാ കമ്മിറ്റികളുമായുള്ള DCCകളുമായുള്ള യോഗമാണ്. അവിടുത്തെ ഒരു ജില്ലയിലെ കോൺഗ്രസിന്റെ സീറ്റുകൾ, അവിടെ ആര് മത്സരിക്കണം, അവിടെ എന്താണ് സ്ഥിതി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അത് ഇന്നിപ്പോൾ 3 ജില്ലാ കമ്മിറ്റികളാണ് ആ യോഗത്തിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്നിപ്പോൾ കൊല്ലം യോഗം അവസാനിച്ചു. കൊല്ലത്തെ DCC പ്രസിഡന്റും അവിടുത്തെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ഈ യോഗത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ പത്തനംതിട്ട നേതൃത്വവുമായി കൂടിക്കാഴ്ച അത് തുടരുകയാണ്. ഇതിനുശേഷമാകും തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ചെറിയ നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ മണ്ഡലങ്ങൾ, അവിടെ ആരെ സ്ഥാനാർത്ഥിയാകണം, എന്താണ് അവിടെ പരിഗണിക്കേണ്ടത്, അക്കാര്യങ്ങളൊക്കെയാണ് ഈ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നാളെയും മറ്റന്നാളും ഈ കൂടിക്കാഴ്ചകൾ തുടരും. അതായത് DCCകളുമായുള്ള കൂടിക്കാഴ്ചകളാണ് നാളെയും മറ്റന്നാളും തുടരുക. ബാക്കിയുള്ള ഇന്ന് 3 ജില്ലാ കമ്മിറ്റികളുണ്ട്. അതോടൊപ്പം ബാക്കി 11 ജില്ലാ കമ്മിറ്റികളുമായി നാളെയും മറ്റന്നാളുമായിട്ടായിരിക്കും ഈ കൂടിക്കാഴ്ച നടത്തുക. ഈ ലിസ്റ്റ് തയ്യാറാക്കി അത് സ്ക്രീനിംഗ് കമ്മിറ്റിക്കാണ് അയക്കുക. അവിടെ അത് പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡിലേക്ക് കൈമാറും. അതിനെ ചുമതലപ്പെടുത്തുകയും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതി ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനുമാണ് ആ ചുമതല. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ചുമതല ഇരുവർക്കുമാണ് നൽകിയിരിക്കുന്നത്. അവരാകും അന്തിമ പട്ടിക തയ്യാറാക്കി സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് നൽകുക. പ്രതിപക്ഷ നേതാവിന്റെ ഒരു കേരള യാത്ര വരുന്നുണ്ട്. അതിനനുസരിച്ച് ആ മുറയ്ക്കായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എന്തായാലും അധികം വൈകി പോകേണ്ട എന്നൊരു പൊതു അഭിപ്രായം ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടുണ്ട്. അനുകൂല സാഹചര്യമാണ്. ഒരു പടി മുന്നേ എറിഞ്ഞാൽ കൃത്യമായി വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. 10 വർഷമായി ഭരണമില്ല. ഇത് ഭരണം പിടിക്കാനുള്ള കൃത്യമായ ഒരു നിമിഷമാണ്. ഈ നിമിഷം പാഴാക്കരുത് എന്നൊരു അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. നാളെയും മറ്റന്നാളും ഈ ചർച്ചകൾ തുടരും. സേതു. ഓക്കെ ബില്ലേ, ശരി. ബിനിൽ ലീല സാബു ആണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.